ശബരിമല യുവതീ പ്രവേശന പുനഃപരിശോധനാ ഹർജി പരിശോധിക്കുന്നതിന് 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നേതൃത്വം നൽകും. 7 ജഡ്ജിമാർക്കൊപ്പം ഏക വനിതാ ജഡ്ജിയായ BV നാഗരത്നയും ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗമാകും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി ഹർജികൾ വന്നിരുന്നു. ഈ ഹർജികളെല്ലാം തന്നെ ഏപ്രിൽ 7, 8, 9 തീയതികളിൽ വിശദമായിട്ടുള്ള വാദം സുപ്രീം കോടതി കേൾക്കും. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് രൂപം നൽകിയിരിക്കുന്നത്. ഈ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തന്നെയാണ് നേതൃത്വം നൽകുക. മാത്രമല്ല, ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിലായിരിക്കും ഈ 3 ദിവസത്തേക്കും വിശദമായിട്ടുള്ള വാദങ്ങൾ കേൾക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ദിലീപ് കുമാർ സൂചിപ്പിച്ച പോലെ ഏക വനിതാ അംഗമാണുള്ളത് BV നാഗരത്ന. അതിനു പുറമെ മറ്റ് 7 ജസ്റ്റിസുമാർ കൂടിയുണ്ട്. ജസ്റ്റിസുമാരായിട്ടുള്ള MM സുന്ദരേഷ്, A അമാനുള്ള, അരവിന്ദ് കുമാർ, AJ മസീദ്, PB വരാലെ, R മഹാദേവൻ, ജോയ്മാല ബാഗ്ചി എന്നിവരാണ് മറ്റ് അംഗങ്ങൾ. ഇതിലിപ്പോൾ ഇതിനോടകം തന്നെ ഈ ഹർജി വിധി പുനഃപരിശോധിക്കുമെന്നുള്ള കാര്യം നേരത്തെ പല ഹർജിക്കാരും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ സുപ്രീം കോടതിയിൽ കൃത്യമായിട്ടുള്ള സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ സംസ്ഥാന സർക്കാരാണ് ഇതിൽ കൃത്യമായിട്ടൊരു നിലപാട് വ്യക്തമാക്കാനുള്ളത്. നേരത്തെ സത്യവാങ്മൂലം സമർപ്പിച്ച സമയത്ത് പുനഃപരിശോധിക്കുന്ന ഒരു വേളയിൽ ഇതിൽ മതപണ്ഡിതന്മാരുടെ അഭിപ്രായം തേടണമെന്നുള്ള കാര്യമായിരുന്നു സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നത്. ദിലീപ് കുമാർ, ശബരിമല യുവതീ പ്രവേശന പുനഃപരിശോധനാ ഹർജി പരിശോധിക്കുന്നതിന് 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നു. ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലാണ് ഈ ബെഞ്ച് രൂപീകരിച്ചത്. വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.